ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും അമ്മായിമാരും ഗോകുലും തമ്മിൽ ആ ഒരു കരാറിൽ നിൽക്കാട്ടോ. വേറൊന്നുമല്ല, അതായത് വരുൺ വന്നു കഴിഞ്ഞാൽ അവരെ തകർക്കും. മാനസയുടെയും അതുപോലെ തന്നെ വരുണിൻ്റെയും ആ പ്ലാനിങ് എല്ലാം പൊളിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേട്ടോ അവർ നിൽക്കുന്നത്. അതിനുശേഷം ബലരാമനെയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയുമാണ്. ഭാഗ്യശ്രീ ആണെങ്കിൽ ബലരാമനോട് എത്രയും പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് മടങ്ങി ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. കാരണം കൺമണിയുടെയും കൃഷിൻ്റെയും ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ രാത്രി തന്നെ പെട്ടെന്ന് തന്നെ ഏട്ടൻ ഇവിടുന്ന് ദുബായിലേക്ക് മടങ്ങണമെന്നും പറയുന്നു. ഞാനാണെങ്കിൽ ഏജൻസിയിൽ വിളിച്ചിട്ട് എല്ലാം സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഏട്ടാ. അപ്പോഴത്തേനും ബലരാമൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ ഇപ്പം തന്നെ എന്നെ എന്തിനാണ് ഇത്ര ധൃതിയിൽ പറഞ്ഞയക്കുന്നത്? ഏട്ടൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നത് എനിക്ക് പേടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോണമെന്ന് പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയെ തന്നെയാണ് എനിക്ക് പേടി, അതുകൊണ്ട് തന്നെ ഏട്ടൻ പൊയ്ക്കോളൂ. ഞാൻ പോയി കഴിഞ്ഞാൽ മോളെ അവർ അറ്റാക്ക് ചെയ്യില്ലേ? എനിക്ക് എന്താ സംഭവിച്ചോട്ടെ, നിന്നെ അങ്ങനെ വിട്ടുകൊടുത്തിട്ട് എനിക്ക് എങ്ങനെ സമാധാനത്തോടു കൂടി പോകാൻ സാധിക്കും? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ അച്ഛനമ്മയും എനിക്കറിയാം, അവരോട് എങ്ങനെ പോയതെന്നും എനിക്കറിയാം. ഏട്ടൻ ഇനി ഒരു എക്സ്ക്യൂസും പറയണ്ട, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബലരാമനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കൃഷും കൺമണിയുടെയും ഫംഗ്ഷൻ ഇപ്പോൾ നിൽക്കാനായിട്ട് പറ്റുകയും ചെയ്യും, പക്ഷേ വൈകുന്നേരത്ത് മടങ്ങുകയും വേണം. അങ്ങനത്തെ ഒരു ടെൻഷനിൽ നിൽക്കുവാണ്. പിന്നീടും കൃഷ്ണയും അതുപോലെ കൃപയും സാഗറിനെയും സുജുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. കൃപ പറയുന്നുണ്ട് എല്ലാം സെറ്റായി, ഫുഡിൻ്റെ കാര്യവും ഓഡിറ്റോറിയത്തിൽ അങ്ങനെ റിസപ്ഷൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട് കൺമണിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്ന രീതിയിൽ പറയുമ്പോഴത്തേനും ഞങ്ങളൊരു ഗിഫ്റ്റ് കണ്ടുവച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റോ എന്താ എന്നോട് പറയാതെന്ന് കൃപ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടുവച്ച ഗിഫ്റ്റ് ഏതാണെന്നറിയോ നിനക്ക്? അത് ഇവൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ വലിയ ഗിഫ്റ്റ് അവൾക്ക് എവിടെ നിന്ന് കിട്ടാനാ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിനും ഉപരി വേറൊരു ഗിഫ്റ്റും കൂടി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. അതെയോ? അപ്പം കൺമണിക്ക് ഗിഫ്റ്റിൻ്റെ ഒരു പൊടി പൂരായിരിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലേ, എനിക്കൊരു ഇതിനൊക്കെ ഒരു മുന്നിലൊരു സംശയമുണ്ട്. മറ്റൊന്നല്ല, മാനസ വരുമോ എന്നൊരു പേടി. അപ്പോഴത്തേനും ചേച്ചിമ്മ പറയുന്നുണ്ട് അവൾ വരും, വന്നാലും വന്നില്ല നിങ്ങൾക്ക് നാണമുണ്ടല്ലോ, നിങ്ങൾ അവളെ വിളിച്ചതല്ലേ, പിന്നെ അവൾ വന്നാലും വന്നില്ലെങ്കിലും അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കൊട്ടും മേടം ബഹളമൊക്കെ ആയിക്കോട്ടെ, ഒന്നിനും എന്നെ പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിൽ പറയുന്നുണ്ട്. ചേച്ചിമ്മ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ കൃഷി പറയുന്നുണ്ട് ഏട്ടൻ എന്താണാവോ വരുമോ എന്നൊന്നും അറിയില്ല. കൃപ പറയുന്നുണ്ട് ഏട്ടൻ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു ദുബായിലേക്ക്. ഏട്ടൻ എന്തോ ഒരു ഹരിബറിയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ പറയുന്നുണ്ട് അവൻ പൊയ്ക്കോട്ടെ, ദുബായിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചേച്ചിയമ്മ പറയുന്നുണ്ട് കേട്ടോ. ചേച്ചിയമ്മയ്ക്ക് അതൊക്കെ പറയാം, പിന്നെ എന്താ ചെയ്യേണ്ടത്? ഓരോ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ വരുത്തി വെച്ചിട്ട് പോണവർ പോട്ടെ, വരുന്നവർ വരട്ടെ എന്ന രീതിയിലാവുന്നു. പിന്നീട് കൺമണിയുടെ വീട്ടിൽ തന്നെയാണ്. അതിന് ശേഷം തന്നെ എന്തായാലും മനോജിന് ലീവ് കിട്ടിയില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ മനോജിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. കൺമണിക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വരുന്നത്, ഒരു സ്വർണ്ണമാലയൊക്കെ ആയിട്ട്. അങ്ങനെ ഇത് മനോജ് സാർ തന്നു വിട്ടതാണ്, സാറിന് വരാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നു. ആ സമയത്ത് മനോജ് വിളിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ കൺമണീനെ. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ? മോളെ ഇപ്പോൾ എനിക്ക് ലീവില്ല, മാത്രമല്ല നിങ്ങളുടെ കല്യാണത്തിന് എന്തായാലും ലീവ് 2-3 ദിവസം മുന്നേ എനിക്ക് വരാൻ സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ വഴി ഞാൻ ആ കൊടുത്തുവിട്ട സാധനങ്ങൾ നീ ഉപയോഗിക്കണം. കാരണം നിനക്ക് മാലയും അതുപോലെ തന്നെ നീ ഒരു രാജകുമാരിയെ പോലെ തന്നെ വേണം അവിടേക്ക് പോകാനായിട്ട്. അതിനുള്ള കുറച്ച് ഡ്രസ്സും വീട്ടുകാർക്കും അമ്മായിമാർക്കും ഗോകുലിനും അതുപോലെ തന്നെ അച്ഛനൊക്കെ ഉള്ള ഡ്രസ്സ് നല്ല അന്തസ്സോട് കൂടി തന്നെ ആയിരിക്കണം എൻ്റെ വീട്ടുകാർ അങ്ങോട്ട് പോകേണ്ടത് എന്നൊക്കെ മനോജ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അച്ഛനും സംസാരിക്കുന്നു. അങ്ങനെ വന്ന ആൾ ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃപയാണെങ്കിൽ കൺമണിയെ വിളിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ? ഇവിടെ എനിക്ക് പുതിയ ഡ്രസ്സും മാലയൊക്കെ ഏട്ടൻ എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നു. ആ എനിക്കുണ്ടൊരു ഏട്ടൻ ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്, ഇതുവരെ എണീറ്റില്ലേ? എവിടെ? ഒരു ടെൻഷനുമില്ല, എനിക്കാണല്ലോ ടെൻഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഏട്ടൻ്റെ ഒരു പാവമാണ്, ഞാൻ എല്ലാം ചോദിച്ചാൽ തരും, പിന്നെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ എന്തായാലും ശരി, എന്തായാലും വൈകിട്ട് കാണാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃപ കൃഷ്ണനെ വിളിക്കുന്നു. ഒന്ന് എണീറ്റൂടെ? ഇപ്പോൾ കണ്ടോ എൻ്റെ നാത്തൂന്, ആ നാത്തൂൻ്റെ ഏട്ടൻ എന്തൊക്കെ സാധനങ്ങളാണ് കൊടുത്തു വിട്ടിരിക്കുന്നത്, എനിക്കുണ്ടൊരു ഏട്ടൻ ഇങ്ങനെയാണോ? അവൾക്കത് സ്വർണ്ണമാലയൊക്കെ കൊടുത്തു വിട്ടിരിക്കുന്നു. കൃഷി പറയുന്നുണ്ട് അവളുടെ പെരുമാറ്റത്തിനും അവളുടെ ജോലിയും എല്ലാം കണക്കിലാക്കി നോക്കുകയാണെങ്കിൽ അവൾക്ക് സ്വർണ്ണമാല കിട്ടിയ പോലെ ഡയമണ്ട് എന്തെങ്കിലും കിട്ടണം. നിനക്കെന്താ വെറുതെ ഭക്ഷണം കഴിക്കലും മറ്റുള്ളവരിങ്ങനെ കുത്തി വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം മാത്രമല്ലേ ഉള്ളൂ. എന്തു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആങ്ങളും പെങ്ങളും കൂടി ഭയങ്കര വഴക്കുണ്ടാക്കുന്നു കേട്ടോ. പിന്നെ ഈ മാനസയാണെങ്കിൽ റെഡി ആയിട്ട് വരുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് മാനസ നീ എങ്ങോട്ടാ? ഞാൻ വരുന്നുണ്ട് കൃഷ്ണൻ്റെ വീട്ടിലേക്ക്, നീ വരണ്ട, നീ ഇവിടെ നിന്നോ, എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ വന്നേ പറ്റുള്ളൂ.
അതിലാരും ഒരു പ്രശ്നവുമില്ല, അമ്മ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ വരും എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അങ്ങനെ ആ ലഹരി കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ വിളിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടുമെന്ന് മാനസി പറയുന്നുണ്ട്. വരുൺ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ കൃഷ്ണൻ്റെ വീട്ടിൽ. കൃഷ്ണൻ്റെ വീട്ടിലോ? അതെ, ഇന്ന് ഞാൻ കാറ്ററിംഗുകാരൻ്റെ ഒരു വേഷത്തിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? എന്നെ ആരും തിരിച്ചറിയില്ല മനസ്സേ. ഞാൻ കണ്ടോ എന്താ ചെയ്യാൻ പോകുന്നത്, നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവിടുത്തെ ഓഫീസർ വന്നിട്ട് പറയുന്നുണ്ട്, നീ ആരടാ? ഞാനിവിടുത്തെ ഒരു ആളാണ്, ഞാൻ ബാബുവിൻ്റെ പകരം വന്നതാണെന്ന് പറയുന്നു. അവനെവിടെ? അവനെന്താ സുഖമില്ല, അവൻ്റെ പകരമാണ്. നിൻ്റെ മീശ, നീ ആരടാ? ഞാനൊരു തമിഴനാണ്, വരുണാണ് എൻ്റെ പേര് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനത്തെ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇവിടെ വെക്കാൻ സാധിക്കില്ല, എൻ്റെ ID പ്രൂഫ് എടുക്കുമെന്ന് പറയുന്നു. എനിക്ക് വെള്ളപ്പൊക്കത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. നീ ആളൊരു ഉടായ്പാണെന്നല്ലേ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊരു ജോലി തരണം, പട്ടിപ്പണിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാലും സാരമില്ല, എനിക്ക് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കും, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുതെന്ന് പറയുന്നു. ആ എന്നാൽ നിന്നോ എന്ന രീതിയിൽ പറയുമ്പോഴത്തേന് കൃപ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായി ചേട്ടാ കാര്യങ്ങളൊക്കെ? എല്ലാം സെറ്റായി. ഇതാരാ? ഇത് പുതിയൊരാളാണ്, ഒരാൾക്ക് പകരം വന്നതാണ്. ഇവൻ ആളൊരു ഉടായ്പാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഇവൻ്റെ മീശയൊന്നും അത്ര കൊള്ളില്ലല്ലോ, എന്തോ ഒരു തരികട ഉണ്ടെന്ന് കൃപയും പറയുന്നുണ്ട്. അതെനിക്കും തോന്നുന്നുണ്ട്, തമിഴന്മാരെ പേര് ചീത്താക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ആൾ ഭയങ്കര മടിയാ, പണിയെടുക്കാൻ നല്ല മടിയാണ്. ഈ ഉരുളി എൻ്റെ തലയിൽ വെച്ച് തരാൻ നിൽക്കുമായിരുന്നു, ഇവനല്ലേ ഇവിടെ പണിക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു. കൃപയ്ക്ക് എന്തായാലും ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. വരുണാണ് ഈ മുഖം മറച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടിരുന്നത് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.